ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ സോയ ഫ്രൈ ആണ്. ബീഫ് ഫ്രൈയുടെ ടേസ്റ്റിൽ നമുക്ക് സോയ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കഴുകി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കണം. ഇനിയും നല്ല വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം. ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ട് വീണ്ടും വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് എടുത്തു വയ്ക്കാം. അല്പം പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. സോയയൊക്കെ വെന്ത് ഇരിപ്പുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചാൽ നല്ലതാണ്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സോയ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഒരുപാട് മൂത്ത് ഫ്രൈ ആയി പോകണ്ട, ഒരുവിധം മുക്കാലും പരുവാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിത് ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നന്നായിട്ട് മസാലകളും ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പോ 1/2 കപ്പോ തേങ്ങ കൊത്തിയത് കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില മൂത്ത് കഴിയുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കനം കുറച്ചരിഞ്ഞ ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ചേർത്താലും നല്ലതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒരുവിധം നല്ല ബ്രൗൺ നിറം ആകണം. ആ സമയത്ത് നമുക്ക് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി 2-3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടികൾ ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടികളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി എടുത്ത് വെച്ചിരുന്ന സോയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് ഇളക്കി മൊരിയിച്ചെടുക്കണം. അപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല രുചിയാണ്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ സോയ ഫ്രൈ. ബീഫ് ഉലർത്തിയതിൻ്റെ അതേ ടേസ്റ്റിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.